ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മനോജ്. വീട്ടിലെ കിച്ചൺ സിങ്കിന് ചെറിയ ലീക്ക് കാണുന്നുണ്ട്. മിക്കവാറും 10-15 വർഷം പഴക്കമുള്ള വീടുകളിലൊക്കെ ഇങ്ങനെയായിരിക്കും കിച്ചൺ സിങ്കിൻ്റെ അടിവശത്ത് ഔട്ട്ലെറ്റ് കൊടുത്തിരിക്കുന്നത്. ഒരു സാധാരണ പൈപ്പ് വളച്ച് വെക്കുകയോ അല്ലെങ്കിൽ ഒരു ബെൻഡും അതിൻ്റെ അറ്റത്ത് ഒരു എക്സ്റ്റൻഷനൊക്കെ വെച്ചിട്ട് വെളിയിലോട്ടുള്ള ഒരു കുഴലിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുകയായിരിക്കും പണ്ടൊക്കെ നേരത്തെയൊക്കെ ചേരുന്ന രീതി. സിങ്ക് ലീക്കായിട്ട് ചുറ്റും ആകെ മൊത്തം മോശമായിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ വാർഡ്രോബ് അടച്ചു വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വാർഡ്രോബൊക്കെ പണിത് വരെ ചെയ്യുന്നൊരു പണിയാണ്. ഇതങ്ങ് ഫുള്ള് അടച്ച് സീൽ ചെയ്യും. നമുക്ക് എന്താ അതിനകത്ത് നടക്കുന്നുള്ളത് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇതങ്ങ് അടച്ച് സീൽ ചെയ്യുന്നതുകൊണ്ട് എന്തിവിടെ ലീക്കായ കാര്യം അറിയുന്നില്ല. അപ്പോൾ 2 ദിവസം ലീക്കായിട്ട് വന്ന് വെള്ളം വെളിയിലോട്ട് വന്നപ്പോഴാണ് ഈ കാര്യം അറിയുന്നത്. അതുപോലെ ഈ ഇതിൻ്റെ മുകളിലത്തെ ഒരു കണക്ടർ ഉണ്ടല്ലോ, കപ്ലിങ് പോലത്തെ, ആ കപ്ലിങ്ങിൻ്റെ അവിടെയൊക്കെ ലീക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ അവിടുന്നും വെള്ളം കാണുന്നുണ്ട്, ബെൻഡിൻ്റെ താഴെ നിന്നും വെള്ളം കാണുന്നുണ്ട്. ഇനി എവിടെ നിന്നാണ് വെള്ളം വരുന്നുള്ളത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കണം. എന്താ സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ ആ വളഞ്ഞിരിക്കുന്ന ബെൻഡ് നമുക്ക് ഊരി മാറ്റി നോക്കാം. പഴക്കം കൊണ്ടാണെന്ന് തോന്നുന്നു ആ കപ്ലിങ്ങും വല്ലാതെ ലൂസായിട്ടുണ്ട്. ഞാനിന്ന് പിടിച്ചപ്പോഴേ കിടന്ന് കറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ റബ്ബറിൻ്റെ ഒരു വാഷറുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്, സിങ്കിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് ലീക്ക് ചെയ്യാതിരിക്കാനുള്ളത്. അത് കംപ്ലീറ്റ് ദ്രവിച്ചു പോയിരിക്കും കേട്ടോ, പഴക്കം കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ടോർച്ച് ഓഫ് ചെയ്തപ്പോഴേ മുകളിൽ നിന്നുള്ള വെട്ടം അതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഗാസ്കറ്റ് ഇല്ല, വെറുതെ ഇരിക്കുക. ഒന്നുകൂടി പിടിച്ച് തിരിച്ചപ്പം അത് 2 പീസായിട്ട് ഒടിഞ്ഞ് കയ്യിലോട്ട് തിന്നു കേട്ടോ. ഞാൻ അപ്പം ആ പൊട്ടിയ പീസൊക്കെ എടുത്തുകൊണ്ട് ആ പ്ലംബിങ്ങിൻ്റെ ഐറ്റംസൊക്കെ ഇരിക്കുന്ന ചേട്ടനെ കഴിഞ്ഞ വീഡിയോയിലാണ് കാണിച്ചില്ലേ, പുള്ളിയുടെ കടയിൽ തന്നെ ഇരുന്നു. പുള്ളി നല്ല കോപ്പറേറ്റീവാണ്. അപ്പം പുള്ളി ഒരു SS-ൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു സിങ്ക് ജാലി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് സെറ്റപ്പ് ആക്കേണ്ടതെന്ന് എനിക്ക് പറഞ്ഞു തരിക കേട്ടോ. വാഷർ വെച്ചിട്ട് ആ നെറ്റിട്ട് മുറിക്കാൻ മതിയാ. ഓക്കെ. ഓക്കെ. ഇനിയിപ്പോൾ ഇത് സ്യൂട്ടാകാൻ തന്നെ ഇത് ഉരുക ചൂട്ടാതെ വരത്തില്ല. ഈ സാധനം ഇങ്ങോട്ട് ഇടുക, ഇത് മുകളിൽ നിന്ന് ഇടുക, താഴെ ഈ വാഷ് ചെയ്തോടെ ഇങ്ങോട്ട് ഇടുക. ഈ ഇതേലൊന്ന് പിടിച്ചോണം, ഇത് അത് ഉരിപ്പോ. എന്നിട്ടേ പിരിയ അങ്ങോട്ട് ഇടുക. ടൈറ്റ് മുറുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പ്ലെയർ ഒന്നും വെക്കല്ലോ, ഒരു കോയിൻ ഇവിടെ 2 വെട്ട് കണ്ടോ, ക്രോസ് ആക്കിയിട്ട് മുറുകി അങ്ങോട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ ക്ലീനായി. ഇപ്പോൾ ഞാൻ മേടിച്ചിരിക്കുന്നത് ടൊഗാനി എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സിങ്ക് ജാലിയാണ്. അത് ബാത്റൂം അക്സസറീസ് യൂസ് ചെയ്യാം, പ്രീമിയം ഷവറിലും യൂസ് ചെയ്യാം, പിന്നെ ടാപ്പ് വെയറിലും യൂസ് ചെയ്യാമെന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ വില ഏകദേശം 280 എന്നാണ് എൻ്റെ ഓർമ്മ. ഇനിയിപ്പോൾ പഴയ സെറ്റപ്പ് വേണ്ടല്ലോ, ആ പൈപ്പിൻ്റെ പീസൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് പുതിയ രീതിയിലുള്ള ഹോസ് ഇട്ടേക്കാം. ഈ ഹോസിൻ്റെ അറ്റത്തൊരു പിരിയുണ്ട്, അതാ ഇപ്പോൾ മേടിച്ചിരുന്ന സിങ്ക് ജാലിയിലേക്ക് നമുക്ക് പിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒരു ഇടയ്ക്ക് ലീക്കൊന്നും വരുന്നില്ല, നല്ല ക്ലീൻ ആയിട്ട് കിടന്നുള്ളൂ. ഈ ഹോസിൻ്റെ വില 80 രൂപ വരുന്നുള്ളൂ. കുറച്ചുകൂടി വണ്ണമുള്ള ഹോസ് ഞാൻ അന്വേഷിച്ചായിരുന്നു. അപ്പോൾ എല്ലായിടത്തും ഇത് തന്നെയാണ് വരുന്നത്, ഈ വണ്ണം വരുന്നുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇത് MCL ഞാൻ ചോദിച്ചു. അപ്പം ഈ ചേട്ടൻ എടുത്ത് തന്നത് പെട്ടെന്ന് സെറ്റാകുന്ന ഒരു ഇതാണ്, MCL പോലെ തന്നെ വർക്ക് ചെയ്യുന്നതാണ്, വേഗം സെറ്റാകുന്നതാണ് എന്നോട് പറഞ്ഞത്. വെളുത്ത കളറുള്ള MCL അതും കൂടി മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ സിങ്ക് ജാലി വെക്കേണ്ട സ്ഥലം നല്ലപോലെ വേസ്റ്റ് വെച്ച് ക്ലീൻ ചെയ്യുക, മുകളിലും താഴെയൊക്കെ. ഇപ്പോൾ ആയിട്ടുകൊണ്ടിരിക്കുന്ന മുകളിൽ നിന്നുള്ള പിരി ഇതിലാണ് നെറ്റിലാണ് കയറി പിടിക്കുന്നത്. ആ നെറ്റാണ് ഞാൻ താഴെ നിന്ന് വെച്ചത്. എന്നിട്ട് ആ ഗ്രീൻ വാഷറുള്ള ഭാഗം നമുക്ക് ബേസിൻ്റെ അടിയിൽ നിന്ന് മുകളിലേക്ക്
കറക്റ്റ് ഹോളിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ പിടിക്കാം. എന്നിട്ട് മുകളിൽ നിന്ന് ബാക്കിയുള്ള ഭാഗം കൂടി വെച്ചിട്ട് ടോപ്പ് പാർട്ട് കൂടി വെച്ചിട്ട് നമുക്ക് നെറ്റിട്ട് മുറുക്കാം. എന്നിട്ട് ഒരു കോയിൻ ഉപയോഗിച്ച് ആ ഒരു ഇതുണ്ട് നെറ്റ് ഒരു സ്ക്രൂ ഒക്കെ ഇട്ട് പിടിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്, അത് നമുക്ക് അവിടെ ഇട്ടൊന്ന് മുറുക്കി കൊടുക്കാം. നന്നായിട്ട് മുറുകിയെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് താഴെ നിന്ന് ആ ഓസിൻ്റെ അകത്തേക്ക് ആദ്യം ആ ട്യൂബ് ഇറക്കിയ ശേഷം നമുക്ക് ആ പിരി ഇതിലേക്ക് ആ മുകളിൽ നിന്നുള്ള ജാലിയിലേക്ക് നമുക്ക് ആ പിരിച്ചു കൊടുക്കാം. പിരിച്ച് കൊടുത്ത് ടൈറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഓർത്തത് ഈ ഓസിന് നമ്മൾ ഉദ്ദേശിച്ച അത്ര നീളമില്ല. അപ്പോൾ ചിലപ്പോൾ വെള്ളം തിരിച്ചൊഴുകി ഇങ്ങോട്ട് വരാനുണ്ട്. ചെറിയ ബ്ലോക്ക് വല്ലതും വന്നു കഴിഞ്ഞാൽ വെള്ളം തിരിച്ചൊഴുകി ഇങ്ങോട്ട് വരും. അപ്പം ആ നേരത്തെ വെച്ചിരുന്ന ആ ബെൻഡ് ഉണ്ടല്ലോ, അത് കുറച്ച് ടോപ്പ് വശം കുറച്ച് മുറിച്ച് കളഞ്ഞിട്ട് എൻ്റെ ആ ബെൻഡ് പോലിരിക്കുന്ന വശം നമുക്ക് ഇതിലേക്ക് പഴയ പോലെ തന്നെ വെച്ച് കൊടുത്ത് അതിനകത്തൊരു ഹോസ് ഇടാം. അങ്ങനെയാകുമ്പം വെള്ളം ഇങ്ങോട്ട് തിരിച്ചൊഴുകി വരത്തില്ലല്ലോ. എന്നിട്ട് വെള്ളം തുറന്നിട്ടിട്ട് നമുക്ക് എന്തെങ്കിലും ലീക്ക് ഉണ്ടെന്നൊക്കെ ഒന്ന് നോക്കേണ്ടതുണ്ട്. മുകളിലത്തെ ഭാഗത്തൊന്നും ലീക്കൊന്നും കാണുന്നില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടായിരിക്കുന്നത്. താഴെ എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കാം. ഒരു തുള്ളി വെള്ളം വന്നിരിക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ. അത് കുറച്ച് കഴിയുമ്പോൾ അടഞ്ഞോളും, കാര്യമാക്കാനുള്ളതില്ല. ഈ ജാലിയുടെ കൂട്ടത്തിലൊരു ക്യാപ്പ് പോലത്തെ സംഗതിയും കിട്ടിയിട്ടുണ്ട്. ഇത് പുതിയ സിങ്കിനെല്ലാം ഉള്ള ടൈപ്പാണ്. ഇതിപ്പോൾ പഴയതായതുകൊണ്ട് മാത്രം ഇതിനില്ല. ഇപ്പോൾ ഈ ഒരു ക്യാപ്പ് അമർത്തി വെച്ച് കഴിഞ്ഞാൽ വെള്ളം അവിടെ നിൽക്കും. അത് ചെറുതായിട്ട് ലൂസായി കഴിഞ്ഞാൽ വെള്ളം ഒഴുകിപ്പോവും. അങ്ങനെ ഒരു സംഗതിയുടെ ഒരു ലോക്ക് പോലത്തെ ഒരു ഇതാണ്. അതും കൂടി വെച്ചേക്കാം. ഇനി നമുക്ക് വെളിയിൽ പോയിട്ട് ആ ക്യാപ്പ് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ആ ഇത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ അപ്പുറത്തുനിന്നിട്ട ഹോസേ ആവശ്യമുള്ള നീളം ഉണ്ടായിരുന്നു. വെറുതെ ബെൻഡ് ഫിറ്റ് ചെയ്തു. അല്ലെങ്കിൽ ബെൻഡിന് വെള്ളം വരുമ്പോൾ ഒരു ബലത്തിന് വേണ്ടി ബെൻഡ് എവിടെ ഇരിക്കും നല്ലതാണ്. ആ ഒരു ഹോസ് ഇവിടെ വന്ന് നിൽക്കുന്നത് കാണാൻ സാധിക്കും, വെള്ളം ഒഴുകുന്നത് കാണാം. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാക്കി ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.